നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 2 ആത്മഹത്യകളും ഒരു ആത്മഹത്യാ ശ്രമവും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ സർവ്വ വഴികളും തേടുന്ന BJPയിൽ നിന്നാണ് ഇത് മൂന്നും. അതും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒത്ത നടുവിൽ നിൽക്കുമ്പോൾ. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കത്തിനെതിരായ സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ ആനന്ദ് കെ തമ്പി പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തിട്ട് 2 മാസമാകുന്നു. അവിടെയും പ്രതിസ്ഥാനത്ത് തിരുമല അനിൽ നിർത്തിയിരിക്കുന്നത് BJP തിരുവനന്തപുരം നേതൃത്വത്തെയാണ്. BJPയെ പ്രതിസന്ധിയിലാക്കി ഒരു ആത്മഹത്യാ ശ്രമം കൂടി ഇന്ന് നടന്നു. നെടുമങ്ങാട് സ്വദേശിനിയും BJP പ്രവർത്തകയുമായ ശാലിനിയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതാണെന്നാണ് സൂചന. സ്വാഭാവികമായും BJPയിൽ നിന്നുള്ള ഈ ആത്മഹത്യകൾ മുഖ്യ വിഷയമാക്കി ഉയർത്തുകയാണ് CPM-ഉം കോൺഗ്രസും. ആത്മഹത്യ നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ നിർഭാഗ്യകരമായ ആത്മഹത്യയല്ലാതെ BJPക്കെതിരെ പറയാൻ മറ്റൊന്നും CPM-നും കോൺഗ്രസിനും ഇല്ലേ എന്നും ചോദിക്കുന്നു. പ്രേക്ഷകരെ ഇതുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ മാനസികാവസ്ഥയിൽ പോലും ഈ ബോധം കൈവിടരുത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോഴിക്കോട് നിന്നും കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, തിരുവനന്തപുരത്ത് ഒരു കൗൺസിലർ 2 മാസം മുമ്പാണ് BJP കൗൺസിലർ ആത്മഹത്യ ചെയ്തത്. ഇന്നലെ ഒരു സ്ഥാനാർത്ഥം പ്രതീക്ഷിച്ച ഒരു BJP പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു പ്രവർത്തക ആത്മഹത്യാ ശ്രമം നടത്തുന്നു. ഈ ആത്മഹത്യകൾ BJPയെ ഒരു തരത്തിൽ പ്രതിസന്ധിയിലാക്കുമോ? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള കുടുംബത്തിന് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുക മരണത്തിൽ. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്റെ മൃതശരീരം RSSകാരനെയും BJPക്കാരനെയും കാണിക്കരുതു എന്ന് എഴുതി വെച്ചിട്ടാണ് ആ മഹാൻ ഈ നാടിനോട് വിട പറഞ്ഞത്. ഈ കാര്യങ്ങളാണ് എനിക്ക് കേരള ജനതയോട് പറയാനുള്ളത്. അറിഞ്ഞും അറിയാതെയും ഒരു കുട്ടികളെയും ഈ RSS, BJP, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടനയിൽ ഒരൊറ്റ കുട്ടിയെയും അംഗമാക്കരുത് എന്നാണ് എനിക്ക് കേരള ജനതയോട് പറയാനുള്ളത്. ശ്രീ കുഞ്ഞഹമ്മദ്, ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഒരു തെരഞ്ഞെടുപ്പിന് നടുവിൽ നിൽക്കുമ്പോഴാണ് ദൗർഭാഗ്യകരമായ ഒരു ആത്മഹത്യയും ഒരു ആത്മഹത്യാ ശ്രമവും ഉണ്ടാകുന്നത്. രണ്ടും BJPയിൽ നിന്നാണ്. ഇത് ഈ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് നടുവിൽ തിരുവനന്തപുരത്തെങ്കിലും പ്രതിസന്ധിയിലാക്കുമോ? എനിക്ക് തോന്നുന്നു സാറേ, അതായത് ഇവർ മറ്റുള്ള എല്ലാം എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഈ അതായത് ജോലി സംബന്ധമായിട്ട് മറ്റുള്ളൊന്നും പോവാണ്ട് ഇതിലെന്തെങ്കിലും ഫ്യൂച്ചറിൽ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിൽ നിന്നിട്ടുണ്ടാകുക. അപ്പോൾ ആ മാനഹാനിയിലായിരിക്കും. പക്ഷെങ്കിൽ ഇലക്ഷന് കാൻഡിഡേറ്റായി അവസരം നിഷേധിക്കുമ്പോഴോ ലഭിക്കാതിരിക്കുകയോ സൂയിസൈഡ് ചെയ്യുകയോ സ്വയം മരിക്കാൻ മുതിരുകയോ ചെയ്യുന്നത് പരമാബദ്ധവും വിഡിത്തവുമാണ്. കാരണം അവരെ വളർത്ത് വലുതാക്കിയ മാതാപിതാക്കൾക്കോ സ്വന്തം ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ ഇനിയുള്ള കാലം തീരാ ദുഃഖം ബാക്കിയാക്കിയിട്ടാണ് കുടുംബവും. അതുകൂടാണ്ട് കുടുംബം മറ്റു ദുരിതത്തിലാവുകയും ചെയ്യും. അതായത് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നില്ല. ഇത് ഇവർ സ്വയം മനസ്സിലാക്കണം. ഒരു വർക്കത്തിനൊരു കയറ്റം ഉണ്ടാവൂലേ? ഇത് ഇങ്ങനത്തെ കളികൾ ചില മരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതൊന്നാമത് എന്താണെന്നറിയാം, അതായത് ഈ ചെറുതിൽ തന്നെ, അതായത് ഈ ബേസ് സ്കൂൾ തരത്തിലും നല്ല ഗുരുക്കന്മാരെടുക്കുന്നു. ഇതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയോട് വളാവും പലതും കാണുന്നുണ്ട്. എന്തെല്ലാം സാങ്കേതിക എന്തെല്ലാം ഇപ്പം വന്ന് ചേർന്ന്. അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരു കോപം പണ്ട് മഹാഭാരതത്തിൽ കണ്ടിട്ട് സാറ്, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരുകോപം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ എന്ന് ശ്രീകൃഷ്ണൻ കുചേലനോട് അർജുനോട് പറഞ്ഞത് തീക്കൂട്ടിയിൽ മരിക്കാൻ പോകുമ്പോ. അതുപോലെ ഇത് ആദ്യം ക്ലിയർ. പിന്നെ സാറേ വെരി വെരി താങ്ക്സ്.
സാറിന്റെ ശരി, ഓക്കെ. പിന്നെ ശ്രീ സൂപ്പിയാണ് വയനാട് നിന്നും വിളിക്കുന്നത്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന് നടുവിൽ നിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, ഒരാൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. ബി ജെ പി കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യയായിട്ട് 2 മാസമായേ ആവുന്നുള്ളൂ. MS കുമാറിനെ പോലെ ഒരു മുതിർന്ന ബി ജെ പി നേതാവിന് തന്നെ തനിക്കും തിരുമല അനിലിൻ്റെ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിടേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. വെള്ളമണ്ടയാണേ. ശരി, ഓക്കെ, അറിയാം. സൂപ്പി വെള്ളമുണ്ട്, പറഞ്ഞു. പിന്നെ എന്റെ അഭിപ്രായത്തിൽ, കാരണം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇങ്ങനെ ആത്മഹത്യയൊക്കെ വരികയാണെങ്കിൽ എവിടെ ചെന്നെത്തും നമ്മളെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ആ ലിസ്റ്റ്? എന്റെ കാഴ്ചപ്പാട് നമ്മൾ പ്രത്യേകം അത് ഓർക്കേണ്ടതാ. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഇതുപോലെ സംഭവിച്ചു കൂടാതെ വയ്യ എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ആരും ചെന്ന് പെടരുതെന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം. പിന്നെ BJPയെ സംബന്ധിച്ച് ഇതൊക്കെ തടയേണ്ടത് അത്യാവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മോനിച്ചനാണ്, ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോനിച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒരിക്കലും സ്ഥാനാർത്ഥി നിഷേധിക്കപ്പെടുന്നതും അതുപോലെ കോർപ്പറേഷൻ കൗൺസിലേക്കൊന്നും സ്ഥാനാർത്ഥി നിഷേധിക്കപ്പെടുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നത് പോലും, ഇനി അതല്ല എത്ര വലിയ പോസ്റ്റ് ആയിക്കോട്ടെ, എന്തെല്ലാം ആയിക്കോട്ടെ, ഇതിനേക്കാൾ എത്രയോ വലിയ ജീവിതഭാരങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്, അത് മറ്റൊരു വശിക്ക്. പക്ഷേ ഇതെല്ലാം BJP യിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ BJPക്ക് സ്വാഭാവികമായും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമോ? സാറേ നമസ്തേ. സാറേ നമസ്കാരം. നമസ്കാരം. BJP രാജശേഖരൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചാൽ അത് എന്താ ആത്മഹത്യ ചെയ്യുന്നതെന്ന്. കാരണം പുള്ളി ഏത് പത്രക്കാരും എന്തോളം തട്ടിക്കയറുന്നൊരു മനുഷ്യനാ. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇന്ന് അങ്ങനെ തട്ടിക്കയറിയൊന്നുമില്ല. ഇന്ന് അദ്ദേഹം മാന്യമായിട്ടാണ് ഇതിന് മറുപടി പറഞ്ഞത്. ഇവിടെ ഈ നാട്ടിൻപുറത്തുകളിലെല്ലാം സ്ഥാനാർത്ഥി മോഹികളായ BJP ഏത് കുതന്ത്രം വഴിയും വോട്ട് പിടിച്ച് ജയിക്കാന്നുള്ള ധാരണ BJP പ്രവർത്തകരെല്ലാം എത്തിയിരിക്കുക. അതുകൊണ്ട് അവർ സ്ഥാനാർത്ഥി മോഹങ്ങളെല്ലാം ചാടിക്കയറി ഇത്തരത്തിലുള്ള ആത്മഹത്യ ചെയ്യുകയും തമ്മിത്തല്ലും വഴക്ക് ഇവിടെ എല്ലാ പ്രശ്നങ്ങളാണ്, എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ആര് വിചാരിച്ചാലും നിൽക്കാൻ പോകുന്നില്ല. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ തിരുവനന്തപുരത്ത് ഭരണം പിടിക്കാൻ വേണ്ടി താങ്കളുടെ പാർട്ടി വലിയ പരിശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നലെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, ഇന്നൊരാൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. അവരുടെ ഭാഗ്യത്തിന് എന്തായാലും അവരുടെ ജീവൻ മടക്കി കിട്ടിയിട്ടുണ്ട്. അവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുകയും ഒക്കെ ചെയ്യുന്നു. 2 മാസം മുമ്പാണ് തിരുമല അനിൽ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലർ ആത്മഹത്യ ചെയ്തത്. അപ്പോഴും പാർട്ടിയെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പ്രവർത്തകർക്ക് ഉണ്ടാവുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് ആ മരിച്ച സഹോദരന്റെ മരണത്തിൽ വലിയ ദുഃഖമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, കേരളം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഏത് കൊലകൊമ്പനായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പിന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് സാറ് നേരത്തെ കണ്ടിരുന്നോ? അദ്ദേഹം ഉദ്ധവ് താക്കറെയുടെ ശിവസേനയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, മുമ്പ് RSSകാരനാണെന്ന്. പിന്നെ BJPയുടെ തലയിൽ ഇതൊക്കെ എല്ലാവരും സ്ഥാനാർത്ഥി മോഹികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിന്റെ അവസാന വരിയിൽ എഴുതിയിരിക്കുന്നത് താൻ മരണത്തിന് മുമ്പ് വരെയും BJP എന്നല്ല പറഞ്ഞ RSSകാരനായിരുന്നു, അതാണ് തന്നെ ഈ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഒരു BJP RSS പ്രവർത്തകരെയും തൻ്റെ ഭൗതിക ശരീരം കാണിക്കാൻ പോലും അനുവദിക്കരുത് എന്നുള്ള ഒരു ദയനീയമായ അഭ്യർത്ഥനയോട് കൂടിയാണ് ആ ആത്മഹത്യാക്കുറിപ്പ് അവസാനിക്കുന്നത്. റൈറ്റ്. അതിന് അദ്ദേഹം എഴുതിയ കൈപ്പടയിൽ എഴുതിയ ആ കത്ത് നിലവിലുണ്ടല്ലോ, വായുവിലൊന്നല്ലല്ലോ. അന്വേഷിക്കാമല്ലോ. ഏതെങ്കിലും BJP പ്രവർത്തകനോ RSS പ്രവർത്തകനോ അദ്ദേഹത്തിന്റെ മരണത്തിൽ പങ്കാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും വേണം, അന്വേഷിക്കുകയും വേണം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പണ്ട് ലതിക സുഭാഷ് മുടിവടിച്ച് പ്രതിഷേധം കാണിച്ചു കോൺഗ്രസിൽ. പിന്നെ BJPക്കാർ എല്ലാവരും സ്ഥാനാർത്ഥി മോഹികളാണെന്നൊക്കെ പറയുന്നവരൊക്കെ വിഡ്ഢികളുടെ ലോകത്താ. കേരളത്തിൽ ഈ 1980 രൂപം കൊണ്ട പ്രസ്ഥാനത്തിന് കേവലം ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടിയ ഏകദേശം 25 കൊല്ലത്തിന് ശേഷമാണ്. അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാന ഭാരതീയ ജനതാ പാർട്ടി. ഇവരൊക്കെ പറയുന്നത് അർഹിക്കുന്ന അവജ്ഞത തള്ളിക്കളയുന്നു. പിന്നെ ഏത് രൂപത്തിലും ഭരണം പിടിക്കുക എന്നാണ് അത് ബീഹാറിനെ ഉദ്ദേശിച്ച ആ ചൊറിച്ചിൽ നിർത്തിയേ പറ്റൂ. അതിന് ചൊറിഞ്ഞിട്ടൊരു കാര്യമില്ല. വിജയം തന്നെയാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഇപ്പൊ തൽക്കാലം
താങ്കൾ ഈ വിഷയത്തിൽ പറയൂ. അല്ല, പറയുന്നത് ഏത് വിധേനയും ഭരണം പിടിക്കണം എന്ന് പറയുമ്പോൾ സാർ അത് പറഞ്ഞില്ലല്ലോ. അല്ല, ഏത് വിധേനയും ഭരണം പിടിക്കുക എന്നുള്ളത് എത്രയോ സ്ഥലത്ത് ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ BJP കണ്ട പക്ഷത്തു നിന്ന് ആളുകളെ ചാക്കിട്ട് കൊണ്ടുവന്ന് ഭരണം പിടിച്ചിട്ടുണ്ട്. എത്ര ഉദാഹരണങ്ങൾ, എത്ര സംസ്ഥാനങ്ങളിലെ ഉദാഹരണങ്ങളുണ്ട്. അല്ലാതെ ഭൂരിപക്ഷം കിട്ടാത്തടത്തൊക്കെ ഭരണം പിടിച്ചിട്ടില്ലേ? ഏറ്റവും ചെറിയ കക്ഷിയായിരുന്നുകൊണ്ടും അവിടെ ഭരണം പിടിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെ എത്ര ഉദാഹരണങ്ങൾ ആളുകളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് രാഷ്ട്രീയ ഗെയിം. അത് രാഷ്ട്രീയ ഗെയിമല്ല, പൂരക്കച്ചവടം എന്നാണ് അതിന് പറയുന്നത്. ഇവർക്ക് ബുദ്ധിയില്ലാത്ത ഞങ്ങളെ ഉത്തരവാദി. ബുദ്ധിയല്ല ശ്രീ ബാലകൃഷ്ണൻ, അത് തന്ത്രങ്ങളാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനല്ല മത്സരിക്കുന്നത്, ജയിക്കാനാണ്, വിജയ പതാക പറപ്പിക്കാനാണ്. അത് ആ ചൊറിച്ചിൽ നിർത്തണം. അന്തം കമ്മികൾ പറയും ഇവിടെ അന്തസ്സായി മത്സരിക്കുന്നവരും അല്ലാതെ മത്സരിക്കുന്നവരും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പൂരക്കച്ചവടം നടത്തുന്ന രാഷ്ട്രീയക്കാരും നടത്താത്തവരും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ മാത്രമല്ല പലരും നടത്തിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ നടത്തുന്നവരെ തെറ്റാണെന്ന് പറയുന്ന ആളുകൾ കൂടി സമൂഹത്തിലുണ്ട് എന്ന് കാണണം. അല്ല, ഡൽഹിയിൽ മൊത്തം സൈഡിൽ ചാണക കണ്ടെയ്നർ ഇറക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ CPM-ന്റെ വില്ലേജ് സെക്രട്ടറിക്ക് പോണേ അത് ചവിട്ടി പോണം. ചാണകത്തിലൊന്നും ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ശരി ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, ഈ തിരുവനന്തപുരം നഗരസഭയിൽ നഗരസഭാ ഭരണം ഇത്തവണ പിടിക്കണമെന്നുള്ള ഒറ്റ വാശിയിൽ വലിയ പ്രവർത്തനമാണ് നേരത്തെ തൊട്ട് തന്നെ തുടങ്ങിയതാണ് BJP. പക്ഷെ അവിടേക്കാണ് ഈ ആത്മഹത്യകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. എന്തായാലും ഇത് അതിദയനീയമായ പോയിസാണ്. കാരണം വെച്ചാൽ ഈ രണ്ടെണ്ണം അടുത്തത് എന്റെ 2 കിലോമീറ്റർ അകലത്തിലാണ്. ഒന്ന് പുന്നക്കാമുള്ള. ഈ വനലിലൊക്കെ എല്ലാവർക്കും ജനസമ്മതനായിരുന്നു. പുന്നക്കാമുള്ള കുട്ടികളുടെ കാര്യം എനിക്കറിയത്തില്ല, ഒരു പരിചയമില്ല. ഇത് തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നേമത്തിൽ നിന്നുള്ള ഒരു പാർട്ടിയാണ് ഇത് തുടങ്ങി വെച്ചത് ആദ്യമായിട്ട്. അദ്ദേഹം ഇപ്പോഴും നിലവിൽ അങ്ങനെ നിൽക്കുകയാണ്. രാജിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവരൊക്കെ ആണെങ്കിൽ ഈ അത് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് എന്റെ ഒരു ബന്ധു കൂടെയാണ് ഈ പറഞ്ഞ നേമത്തെ പാർട്ടി. വീട്ടിൽ ചേർന്ന് തൊട്ടടുത്ത് ഒരു 2 വീട്ടിനപ്പുറവും ബന്ധു കൂടെയാണ്. ഇവർ ഈ പ്രവർത്തനം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ശശി തരൂരിന്റെ ഇതിനു വേണ്ടി എടുത്ത വലിയ ഇതുണ്ട്, റൂമുകളുണ്ട് ഇവിടെ. ഈ മുടമോൾ വാർഡിൽ വലിയ റൂമുണ്ട്. അവിടെ അന്ന് മുതൽ റൂം വിടാതെ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ അത്ര നല്ല സൗകര്യത്തിന് നിറച്ച് കസേരയിട്ട് ഏത് നേരം 25-30 ആളുകളുള്ള ഒരു ഒരു സ്ഥലത്ത് വളരെ ഇതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് ഇന്നലെ മെനഞ്ഞാന്ന് ഈ രാജിക്കത്തും പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇന്നലെ തന്നെ അവർ ആ ഓഫീസിനെ മറ്റേ നിറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, കട്ടൗട്ടറൊക്കെ എല്ലാ കട്ടൗട്ടറും അടിച്ചു പൊളിച്ച് കളഞ്ഞ് കസേരയൊക്കെ എടുത്ത്. ഇന്നലെ നമ്മളെ നേമത്തിന്റെ രാജ്കുമാർ എന്ന് പറഞ്ഞൊരു പയ്യന്റെ കിടപ്പുണ്ടല്ലോ, പത്രത്തിലൊക്കെ ഉണ്ട്. രാജ്കുമാർ എന്ന് പറഞ്ഞ പത്രത്തില് നേമത്തൊരു പയ്യനെ, രാജ്കുമാർ എന്ന് പറഞ്ഞ ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നല്ലോ, ചാനലിലൊക്കെ വന്നതാണ്, മീഡിയ വണ്ണിലൊക്കെ ചാനലിലൊക്കെ വന്നതാണ്. അപ്പൊ ഇവര് ഇങ്ങനെ നല്ല 1.5 കൊല്ലം കൊണ്ട് മനസ്സിലായോ സാർ? നേമത്തെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും ഇതുപോലെ ഇതിന്റെ അപ്പുറമായിട്ട് തുടങ്ങി വെച്ച പുള്ളിയാണ്. ഇപ്പോഴും ഇന്നും ആ കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ്. കാരണം വെച്ചാൽ ഇവരൊക്കെ നല്ല വർക്ക് ചെയ്ത് വന്ന് ഇത്രയും ഈ ശശിധരന്റെ അതേ പാർലമെന്റ് ഇലക്ഷൻ തൊട്ട് ഞങ്ങൾ തൊട്ടപ്പുറമാണ് ഇരിക്കുന്നത്. ഞങ്ങളൊരു പൊളിഞ്ഞ സെറ്റ് ഇവരൊരു വലിയ കട്ടൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇന്നലെ മെനങ്ങാന്ന് ഇതെല്ലാം കളഞ്ഞ് കട്ടൗട്ടറൊക്കെ അടിച്ച് മാറ്റി കസേരകൾ എടുത്തോണ്ട് പോയി ഇതെല്ലാം പൂട്ടി അതിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവസ്ഥ വരുത്തിയത് BJP-ക്കാരാണ്. കാരണം ഇവിടുത്തെ ഒരു ലിസ്റ്റ് പോകും, അവിടെ ചെല്ലുമ്പോൾ വേറെ ലിസ്റ്റ് ഉണ്ടാക്കും, മുകളിലുള്ള തലപ്പത്തുള്ളവർ വേറെ ലിസ്റ്റ് ഉണ്ടാക്കും. ഇതാണ്. പക്ഷെ ഇത് ദയനീയമായ ഒരു ഇതാണ്. കാരണം ആര് പോയാലും നമ്മുടെ നാട്ടിലെ വേണ്ടത്തക്കവരാണ് പോകുന്നത്. അത് എങ്ങനെ അവരാണ് നിയന്ത്രിക്കേണ്ടത്? ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ നിസ്സാര ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. ഇവർക്ക് ഒരു മനസ്സിൽ സാധാരണ RSS സാധാരണ ഇങ്ങനെയുള്ള പരിപാടി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നതല്ല. ഇത് പാർട്ടി കിട്ടിയതിനെ പാരാച്ചിട്ട് പോലും ചെയ്തവര് ഇത് ആത്മഹത്യ ചെയ്ത കാര്യം തുറന്നു പറയണം. ഇഷ്ടം പോലെ ചാനലുണ്ടല്ലോ ആത്മഹത്യ കിട്ടേണ്ട കാര്യം. ഇത് പാർട്ടി കിട്ടും പാരാച്ചിട്ട് പോയി ആ പുള്ളിക്കും പറയാനും കിട്ടിയില്ല, നാട്ടുകാർക്കും പറയാൻ കിട്ടിയില്ല. അങ്ങനെ ആത്മഹത്യ കിട്ടിയ വല്ല കാര്യമുണ്ടോ? കാര്യങ്ങൾ തുറന്നു പറയണം. ശരിയാണ്. ഒന്നിനും ഒരിക്കലും പരിഹാരമല്ല ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഇതൊക്കെ ശരിയാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ജീവിത ദുരിതങ്ങൾ കൊണ്ട് അടുത്ത നേരത്തെ അന്നത്തിന് വകയില്ലാതെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്നറിയാതെ രോഗം കൊണ്ട് ശാരീരിക ശേഷിയെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, പട്ടിണി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത് അത്യന്തം സങ്കടകരമാണ്. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ
ശ്രീ പ്രദീപ് പറഞ്ഞോളൂ. അല്ല, സ്വതന്ത്രമായിട്ട് ഉള്ളിലേക്ക് നിൽക്കാറുന്നല്ലോ, അല്ലാണ്ട് ഈ ചാനലുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ശരി, ക്ഷമിക്കണം ശ്രീ പ്രദീപ്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. സാറേ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ചത്ത എലിയുടെ സ്വഭാവമായി പ്രധാനമന്ത്രി കാണിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഒരു മുഖ്യമന്ത്രി ജയിച്ചു പോയി. ഇതും പ്രധാനമന്ത്രിയായിട്ട് എന്താണ് താങ്കൾ ഈ വിഷയത്തിൽ പറയും? ഞാൻ ചോദിക്കുന്നതിന്റെ മറുപടി കേക്ക്. ഈ വോട്ട്, ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കാർഡ് വന്നു. എന്തിന്റെ കാർഡാവുന്നതെന്നറിയാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡാവുന്നത്. ശ്രീ ഷാജി, നമ്മുടെ വിഷയം അതല്ല. താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടെങ്കിൽ പറയാം. പ്രതികരിക്കുക. BJP ആണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി. അതിന് യാതൊരു മാറ്റവും ഇല്ല. ശരി, ഓക്കെ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശ്രീനിവാസൻ, താങ്കൾ ഈ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന ആളാണോ? അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായെന്ന് തോന്നുന്നു. ശ്രീ രാധാകൃഷ്ണനാണ് പാലക്കാട് നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, 2 ആത്മഹത്യകൾ, ഒരു ആത്മഹത്യാ ശ്രമം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് നടുവിൽ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. തിരുവനന്തപുരത്ത് BJPക്ക് നേരെ ഉയരുന്ന വലിയ ചോദ്യങ്ങളായി ഒക്കെ നിൽക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ പാലക്കാട്ട് പ്രായരിയിൽ നിന്നാണ്, രാധാകൃഷ്ണനാണ്. ഒരു കാര്യം ശരിക്കു പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല. BJPക്കാരോ RSSക്കാരോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് അത് കംപ്ലീറ്റ് കണ്ടുപിടിക്കുന്നു. അല്ലാതെ ഇതിങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യം അദ്ദേഹത്തിനില്ല. അങ്ങേര് സ്വതന്ത്രമായിട്ട് നിൽക്കായിരുന്നു. എന്താ സംഭവിച്ച ഇൻഡ്യൂറ്റീന്ന് അറിയില്ല. പിന്നെ അങ്ങേര് പല കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ ഇതെല്ലാം ചെയ്യണമെന്ന്. എനിക്ക് തോന്നുന്നു RSSും മറ്റവരും ഇത് കംപ്ലീറ്റ് അന്വേഷിക്കുന്നതാണ്. പിന്നെ 2 മാസം മുമ്പാണ് തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലർ, ഇവിടുത്തെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവും ജനകീയനുമൊക്കെ ആയിരുന്ന ആളാണ് ആത്മഹത്യ ചെയ്തത്. അന്നും ഇതുപോലെ പാർട്ടി നേതൃത്വത്തിനെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത്. അതെ, ജയകുമാറിന്റെ കാര്യവും കൂടിയാണ് സംസാരിക്കുന്നത്. പിന്നെ ഒരു ലേഡി ശ്രമിച്ചു. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അതിന് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും അന്വേഷിക്കുന്നു. പിന്നെ RSSകാരും പിന്നെ ഒരു കാരണവശാലും ഇതൊരു ആത്മഹത്യ ഇതിനൊന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? നമസ്തേ സാറേ. നമസ്തേ, പറഞ്ഞോളൂ. ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം എനിക്ക് തോന്നുന്നു ഒരു നല്ല കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ആത്മഹത്യ ചെയ്യുക. SIR പേപ്പർ കൊണ്ട് കൊടുക്കണം, അത് ഭയങ്കര ജോലിയാണ്. അതിന് ആത്മഹത്യ ചെയ്യുക, കൈമുറിക്കുക. ഇത് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത് എന്തായാലും ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട്. ഇത് ഗവൺമെന്റ് ആണ് നോക്കേണ്ടത്. ഇങ്ങനെ ഇത്ര ചെറിയ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കാര്യമല്ല, എല്ലാ കാര്യത്തിനും ഓരോ കാര്യം കൊച്ചുപിള്ളേരെ പഠിപ്പിക്കാൻ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യമാണെന്ന് തോന്നും. ചിലപ്പോൾ അവർക്കത് വലിയ കാര്യമായിരിക്കും ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക്. പക്ഷേ ഒന്നിനും ഇതൊരു നമ്മളെക്കാൾ എത്രയെത്രയോ ജീവിത പ്രയാസങ്ങൾ ഉഴലുന്ന മനുഷ്യർ, ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു പോയി നിരന്തരം സ്വന്തം പക്ഷത്ത് നീതി ഉണ്ടായിട്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവരൊന്നും ചെയ്യാത്തൊരു വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണെന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. യു മിസ്ഡ് അനന്തു ടോട്ടൽ 4 പീപ്പിൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലും അതുമായി ബന്ധപ്പെട്ട 3 പേരുടെയാണ്. ഇനി 4ാമത് ആരുടെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾപ്പെടുത്താം. ശ്രീ ഷിജു കിരിയത്ത്, ഒരു പാർട്ടിയിൽ എല്ലാ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥിയാവാൻ സാധിക്കില്ലെന്ന് ഗുഡ്ഡേ പറയുന്നു. അത് സ്ഥാനാർത്ഥിയാവാൻ സാധിക്കില്ല. ഒരു പാർട്ടിയിലും എല്ലാ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥിയാവാൻ കഴിയില്ല. ഇന്ന് സംഘികളുടെ വീരവാദം കാണാനില്ല എന്ന് ശ്രീദേവി പറയുന്നു. പ്രമോദ് നാണു പറയുന്നു, ഒരു പാർട്ടിയിൽ സീറ്റ് കിട്ടിയില്ല, അയാൾ ശിവസേന ഉദ്ധവ് ഇന്ത്യ മുന്നണിയിൽ ചേർന്നില്ലേ എന്നൊക്കെ പ്രമോദ് നാണു ചോദിക്കുന്നു. അയാൾ RSS പ്രവർത്തകനായിരുന്നു എന്നാണ് അയാളുടെ ആത്മഹത്യാക്കുറിപ്പിൽ അവസാനത്തെ ദിവസം വരെ ദിവസം വരെ ഞാൻ RSS പ്രവർത്തകനായിരുന്നു, 16ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഒരാൾ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയ തൽക്കാലം വിശ്വസിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ സത്യാവസ്ഥ ഇനി അല്ലെങ്കിൽ അത് അപ്പോൾ പുറത്തു വരട്ടെ. എല്ലാം BJP ഒന്നുമല്ല, കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നൊക്കെ ആത്മഹത്യയുണ്ട്. ഇത് ഇലക്ഷൻ ടൈമാണ് പ്രശ്നം. പൊളിറ്റിക്സിൻ്റെ പേരിൽ മരിക്കുന്നവരോട് എന്ത് പറയാനെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ശ്രീദേവി പറയുന്നു. സുനിലെ നമസ്കാരം, എന്താ സുനിലെ തൻ്റെ പാർട്ടി ഇങ്ങനെയെന്ന് ശോഭ കെ സുനിലിനോട് ചോദിക്കുന്നു.
സനാതനൻ നായർ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവർ പാർട്ടിക്കോ ജനത്തിനോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. എന്ത് കഷ്ടമാണെന്ന് ശ്രീദേവി ചോദിക്കുന്നു. ശശിധരൻപിള്ള പറയുന്നു പാർട്ടി ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാം, അതിന് മരിക്കണോ എന്ന് ചോദിക്കുന്നു. ഇക്കാര്യം പറഞ്ഞ് BJP വോട്ട് ചെയ്യാതിരിക്കരുത് എന്നാണ് സദാനന്ദൻ നായർ പറയുന്നത്. ശ്രീദേവി കിരണിനെ ഇന്ന് തെറി വിളിക്കാൻ ആരും വരില്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. എന്തായാലും കൊള്ളാതെ. അങ്ങനെ ശശിധരൻ നായർ ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾക്ക് വികസനം വേണം. പ്രമോദ് നാണ് പറയുന്നു പപ്പു ഇന്ത്യ മുന്നണിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നു. എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചില കമൻറ്റുകൾ, അതിന് ചില നാട്ടുഭാഷയിൽ പറഞ്ഞ ചിലതൊക്കെ കളിയാക്കും. പക്ഷേ ഞാനങ്ങനെ പറയുന്നില്ല അത്തരം കമൻറ്റുകളെക്കുറിച്ച്. അത് മോശമാണ്. ശ്രീ പ്രമോദ് നാണു, താങ്കൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ വിമർശനമൊക്കെ ഉന്നയിച്ചോളൂ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. സീറ്റ് കിട്ടിയില്ല എന്ന് കരുതി ഇങ്ങനെ മരിക്കാൻ നടക്കുന്ന ആൾ പോയി സ്വന്തം വീട്ടുകാർക്ക് പോയി എന്ന് തന്നെയാണ് റോഷൻ ശങ്കർ പറഞ്ഞത്. അത് തന്നെയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഏറ്റവും. എല്ലാവരും പാർട്ടിക്കാരായാലും മറ്റുള്ളവരായാലും എല്ലാം 1-2 ദിവസങ്ങളിലൊക്കെ കാണും. ഇനി ബാക്കി അത് കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിന് ആത്യന്തികമായി കുഞ്ഞുങ്ങളുടെ അവർക്ക് ജീവിതകാലം മുഴുവൻ അച്ഛനില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു അമ്മയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, അവർക്ക് ഉണ്ടാകുന്ന ഒരു അവരുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും പ്രധാനം. എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അതിനെ ഒരു കാര്യം പറയാം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതെ. പിന്നെ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലേ? ആ പുള്ളിക്കാരൻ ചെയ്യേണ്ട ഒരു ജോലിയാണല്ലോ ഈ കൊണ്ടു കൊടുക്കാന്നുള്ളത്. അതൊരു ഉത്തരവാദിത്തമാണല്ലോ. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ ഒരു ജോലി പോലും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കണ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ എന്നേ ആത്മഹത്യ ചെയ്യണമായിരുന്നു. അങ്ങനെ പിന്നെ സീറ്റ് കിട്ടാത്തോണ്ട് ഇവിടെ ആത്മഹത്യ കിടക്കണ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ റിസൾട്ട് വന്നപ്പോ തന്നെ ഇവിടെ കോൺഗ്രസ്സുകാർ ഒരു എട്ടെണ്ണം കാണൂലായിരുന്നല്ലേ? കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാരെല്ലാം എന്നേ ആത്മഹത്യയായിരുന്നു. കാര്യം അവർ അത്രയ്ക്ക് നാണം കെട്ടിരിക്കുകയാണ് ഇപ്പം. ഇതൊക്കെയാണ് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്. ഇത് ജനിക്കുമ്പോഴേ ചില വ്യക്തികൾക്ക് ഒരുപാട് അനുഭവം ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇവിടെ പോത്തൻകോട്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് ജന്മനാ ഉള്ളൊരു വൈകൃതമാണത്. കാര്യം എന്ന് പറഞ്ഞാൽ അവര് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതി, അവർ ഇതിലേക്കാണ് പെട്ടെന്ന് നമ്മളെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങളെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തി തരാം. സ്ഥിരമായിട്ട് മദ്യപിച്ച് വീട്ടിൽ വന്ന് ശല്യം ഉണ്ടാക്കുന്ന ഒരു ആള്, ആ പുള്ളിക്കാരന് ആ വീട്ടിലെ ശല്യം സഹിക്കാൻ വയ്യാതെ മക്കളോ ഭാര്യയോ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ഓടിച്ചെന്ന് കിരട്ടിന്റെ പാതകത്തിൽ കയറി ഇരുന്നിട്ട് ആ കയറിൽ പിടിച്ച് ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ നമ്മോട്ട് കയറിയിരിക്കും. പുള്ളിക്കാരനെ പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയാമോ? പുള്ളിക്കാരനെ പിടിച്ച ഒരു ദിവസം പിടിച്ചപ്പോണ്ട് കയർ അപ്പുറത്തെ കയറായി പോയി. പുള്ളിക്കാരൻ നേരെ ചെന്ന് കിരട്ടിനകത്ത് ചെന്ന് വീണ്. ഭാഗ്യം കൊണ്ടാണ് ചെറിയ പരിക്കാറ്റ്. ഇതുപോലെ അല്ല ഉള്ള കാര്യമാണത്. അതെ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കും അങ്ങനെയുള്ള ആളുകളെയൊക്കെ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. പക്ഷെ ചിലപ്പോൾ ചില ദിവസം അവരുടെ കയ്യിൽ നിന്ന് പെട്ടുപോയാൽ ആത്മഹത്യ, അവര് എല്ലാവിധ പ്രിക്കോഷൻ എടുത്തിട്ടാണ് ആത്മഹത്യാ ശ്രമം നാടകം കളിക്കുന്നത്. ഈ നാടകക്കാര് ഉണ്ട് ഇതിനിടയിലൊക്കെ. അങ്ങനത്തെ ആളുകളെ എല്ലാവരുടെക്കും പരിചയമുള്ള ആളുകളൊക്കെ കാണും. പിന്നീട് അവരൊക്കെ ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ ചിലരുടെ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് മാറുമായിരിക്കും. ചിലർ അങ്ങനെയല്ല ബോധപൂർവ്വം ചെയ്യുന്നതാണ്. അവർ അറിഞ്ഞുകൊണ്ട് ആളുകളെ ഇങ്ങനെയൊക്കെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, ഈ BJP കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്നതിനിടയിലാണ് ആത്മഹത്യകളുടെ ഒരു നിര വന്ന് അതിന് മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് അതിനെ അവർക്ക് മറികടക്കാനാവുക? കിരൺ സാറ് ഈ BJP RS അനുഭാവികൾ ഇത്ര ദുർബല മനസ്സാണോ? ഇത്രയ്ക്ക് അവർക്ക് മനസ്സിന് കട്ടിയില്ലേ സാർ? ഇതേ സ്ഥാനാർത്ഥി മാറ്റം മറ്റുള്ള ഗ്രാമപ്രദേശത്ത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതേപോലെ തന്നെ ആദ്യം തീരുമാനിച്ചു, അത് കഴിഞ്ഞിട്ട് വേറെ ആളിലേക്ക് മാറി. അവരാരും ആത്മഹത്യ ചെയ്തില്ലല്ലോ സാർ. ഇവർക്ക് അഭിമാനമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തോന്നുന്നു സാർ. ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് സാർ. പറഞ്ഞോട്ടെ സാർ. ന്യൂസ് 8ന്റെ പുരസ്കാരം കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു NGO സംഘടനയ്ക്ക് കൂടെ ഭാവിയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം സാർ. ശരി ശ്രീ ചന്ദ്രൻ നായർ, അങ്ങനെ ചെയ്യുന്ന നമ്മുടെ നേരത്തെ അങ്ങനെയുള്ള സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ തവണ ഇപ്പോൾ ബിസിനസ് അവാർഡാണ്. ബിസിനസ് അവാർഡ് സ്വാഭാവികമായും വിവിധ തരത്തിലുള്ള ബിസിനസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേട്ടം കൊയ്തവർക്ക് നൽകുന്നതാണ്. നമ്മൾ പല അവാർഡുകൾ, മലയാളി ഓഫ് ദി ഇയർ, ഇവരുടെ വാർത്ത പ്രാധാന്യം വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അവാർഡ്, അങ്ങനെ വ്യത്യസ്ത അവാർഡുകളുണ്ട്. താങ്കളുടെ അഭിപ്രായത്തെ എന്തായാലും ഞാൻ പ്രത്യേകമായി തന്നെ മാനിക്കുന്നു.
നമുക്ക് ശ്രീ നാരായണൻ നായരാണ്, ഡൽഹിയിൽ നിന്നാണ്. ശ്രീ നാരായണൻ നായർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് രണ്ട് ആത്മഹത്യയും ഒരു ആത്മഹത്യാ ശ്രമവും ഒക്കെ വരുന്നത്. ഇത് ഒരു പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടി ആ പാർട്ടിയെ ഈ വിഷയം വേട്ടയാടില്ലേ? സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഇതൊന്നും ഞാൻ പറയുന്ന സാറിനോട് ഒരു റിക്വസ്റ്റ് പറയുന്നു, ഇതൊന്നും നമ്മളൊരു ചർച്ചാ വിഷയമായിട്ട് എടുക്കരുത് സാറേ. ഇത് ആൾക്കാർക്ക് ഒരു പ്രചോദനമാവും വീണ്ടും ആത്മഹത്യ ചെയ്യാനുള്ളത്. നമ്മൾ ആത്മഹത്യ ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ അതിന്റെ ഒരു രാഷ്ട്രീയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ അവരുടെ വ്യക്തിപരമായ മാനസികാവസ്ഥയല്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറേ, ഒരു കുട്ടി മാർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് സ്കൂളിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യും വീട്ടുകാരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ പ്രായപൂർത്തിയായ 10-35 വയസ്സായൊക്കെ ആൾക്കാരില്ലേ സാറേ? ഇവർക്കൊക്കെ ഇങ്ങനൊക്കെ ചെയ്യാൻ ഇന്നല്ലെങ്കിൽ അടുത്ത വേഗ സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ പാർട്ടിയിൽ പോയിട്ട് അവിടുന്ന് സീറ്റ് മേടിയത് അവരുടെ കുടുംബക്കാർക്കല്ലേ ഇത് പോകുന്നത്. ഈ പാർട്ടിക്ക് എന്തെങ്കിലും പോയോ, നാട്ടുകാർക്ക് എന്തെങ്കിലും പോയോ, ന്യൂസ് 18 പോയോ, എനിക്ക് പോയോ? ആർക്കും ഒന്നും പോയില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പോയി. പാർട്ടിക്ക് വേറെ ആളിനെ കിട്ടും. ഇതൊക്കെ എത്ര മനുഷ്യന്റെ ആ മാനസികാവസ്ഥ പോകുന്ന കാര്യം. നേരത്തെ ഒരാൾ പറഞ്ഞോളൂ സാറേ, ഇതൊക്കെ അഭിമാനത്തിന്റെ കേസാ. പുള്ളി ആരുടെങ്കിലും പറഞ്ഞു കാണും എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ആ പറഞ്ഞതിന് അഭിമാനം എന്നല്ല ശ്രീ നാരായണൻ നായർ പറയേണ്ടത്, അതിനെ ദുരഭിമാനം എന്നാ പറയേണ്ടത്. അങ്ങനെയാണ്, എനിക്കറിയില്ല അങ്ങനെയാണോ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ആളാണ്, അഭിമാനം, ഞാൻ പറഞ്ഞാൽ അതുപോലൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര അഭിമാനം എന്നല്ലല്ലോ, അത് ദുരഭിമാനമല്ലേ? ദുരഭിമാനമാണ് സാറേ. മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി, അഭിമാനിയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര 10-60 വയസ്സ് കഴിഞ്ഞ മനുഷ്യരാ, ഒരു RSS പ്രവർത്തകന് സീറ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന RSS ഒക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് അവിടെ ഒരു മനുഷ്യനായിട്ട് അവർ ഉണ്ടാക്കുവാണെന്നാ. അപ്പൊ ആ സ്ഥിതി അനുസരിച്ച് അത്രയും പോലും അവർക്ക് ആ നോളജ് അവിടെ നിന്ന് കിട്ടുന്നില്ലയോ. എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ പാർട്ടിയിൽ പോകും, അല്ലെങ്കിൽ അടുത്ത തവണ തീരും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കും. എത്രയോ ആൾക്കാരെ സാറെ വേറെ പാർട്ടിയിൽ പറഞ്ഞതിലും ഒരു വിഷയമുണ്ട്. അങ്ങനെ ഒരു സംഘടനയിലൊക്കെ 16 വയസ്സ് മുതൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ മാനസിക ബലം കൊടുക്കാൻ ആ സംഘടനയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ സംഘടനയുടെ പരിശീലനത്തിനൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നതുകൂടി അതിനൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ ഏതായാലും ചിലപ്പോൾ അതുകൊണ്ട് മാത്രമാക്കിയാലും വ്യക്തിപരമായ കാരണങ്ങളും ഒക്കെ കാണും. അതിപ്പോൾ ഏത് സംഘടനയിലായാലും ആ സംഘടനയ്ക്കൊക്കെ ഒരു പരിമിതിയുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനും. അങ്ങനെയുമുണ്ട്. ഇതൊക്കെ നമുക്കറിയാൻ കഴിയില്ല ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ മുഹമ്മദ്, കേൾക്കാമോ? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പറഞ്ഞോ. പറയാൻ പോവാണ് ഈ ഇവര് താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, ഈ തിരുവനന്തപുരത്ത് എന്ത് വിധേനയും ഭരണം പിടിക്കുമെന്നുള്ള ഒരു വാശിയിൽ നിൽക്കുകയാണ് BJP. അവർ അതിനുവേണ്ടി വലിയ പരിശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതിപ്പോഴല്ല, കുറച്ച് കാലമായി തുടങ്ങിയതുമാണ്. അതിനിടയിലാണ് ഈ 2 ആത്മഹത്യയും ഒരു ആത്മഹത്യാ ശ്രമവും ഒക്കെ വരുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? നമസ്കാരം. ഒരു വേദനാജനകമായ ന്യൂസാണ്. അനന്തന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കാരണം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത് ആത്മഹത്യ ചെയ്യാതെ, അദ്ദേഹത്തിന് അവരുമായിട്ട് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരുമായി പോയി സംസാരിച്ച് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാമായിരുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ വിഷയം നമ്മൾ പറഞ്ഞ് ഒതുക്കി വിടേണ്ട ആളുകളാണ് പൊതുപ്രവർത്തകർ. അപ്പം അദ്ദേഹം അത് ചെയ്തത് BJP അദ്ദേഹത്തിനോട് കാണിച്ച ഒരു നെറുകേടാണ്. പക്ഷെ BJPക്ക് അദ്ദേഹത്തിന് സംസാരിച്ച് ഇപ്പോൾ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു, നല്ലൊരു ചെറുപ്പക്കാരൻ കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാതെ ചില ആളുകളെ മാത്രം ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ രാഷ്ട്രീയത്തിൽ. അവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവരപ്പോഴേ എന്തെങ്കിലുമൊക്കെ മറ്റഭിപ്രായങ്ങൾ പറഞ്ഞ് മാറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഇതെന്തായാലും വളരെ വേദനയുള്ളൊരു സംഭവമായി പോയി. ഇങ്ങനെ BJP ഇതിന് ഉത്തരവാദിത്വം പറയണം. BJPയുടെ കുറെ പേർക്ക് അറിയുന്നതും അറിയപ്പെടാത്തതുമായുള്ളവർക്ക് സീറ്റ് കൊടുത്തു. ഒരാള് സീറ്റ് ചോദിച്ചു വരുമ്പം അയാൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് പാർട്ടി ആവട്ടെ കൊടുക്കാം. ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഡിവിഷനിൽ ഞങ്ങളുടെ 3 പേരുടെ പേര് വന്നിരുന്നു. 2 പേര് തള്ളിപ്പോയാലും ഞാനും ഒരാൾ തള്ളിപ്പോയി, 3-മതൊരാൾക്ക് കിട്ടി. പക്ഷെ നമുക്കത് സഹിക്കാനും തികയ്ക്കാനുമുള്ള ഒരു മനസ്സുണ്ടാകണം. നമുക്ക് ഇനിയും കാലമുണ്ട്. അടുത്ത പ്രാവശ്യം
അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കാമെന്നുള്ള മനസ്സ്, അത് ഏത് പാർട്ടിയാണെന്നാവട്ടെ, പൊതുപ്രവർത്തകർ എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ പാർട്ടി മാറി നിൽക്കാൻ പറയുമ്പോൾ മാറി നിൽക്കണം, അല്ലെങ്കിൽ അത്രത്തോളം മനസ്സുണ്ടെങ്കിൽ പാർട്ടിക്കെതിരായിട്ട് അവിടെ മത്സരിച്ച് വിജയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മത്സരിച്ച് വിജയിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഇല്ലാതായി പോയി. BJPക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കാരണം BJPയുടെ ജില്ലാ പ്രസിഡന്റും ജയനും. ശ്രീ ബിനോയ്, സീറ്റിന് പേരുണ്ടായിട്ട് വെട്ടിപ്പോയതാണോ? എന്റെ സീറ്റിന് പേരുണ്ടായി, വെട്ടിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം അത് വനിതയായി, ഈ പ്രാവശ്യം ജനറലിൽ വന്നു. അപ്പോൾ എന്നെക്കായി കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകൾ എന്റെ ഈ പാർട്ടിയിലുണ്ടെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവും, അവർക്ക് പോട്ടെ, എന്തായാലും പാർട്ടി ജയിക്കുക. ഇപ്പൊ കൊല്ലത്തെ സംബന്ധിച്ചോളം ഞങ്ങള് കൊല്ലം കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുക. അപ്പം ഒരു ഉറപ്പുള്ള ഒരു മര്യാദയുള്ള ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ എന്റെ പാർട്ടി ഞാൻ ശരി, ബിനോയുടെ മാതൃക നല്ലത് തന്നെയാണ്. മഹാഭൂരിപക്ഷം പാർട്ടിയുടെ ആത്മാർത്ഥമായി നിൽക്കുന്നവരും അങ്ങനെയാണ്. ഏറ്റവും മികച്ച അവിടുത്തെ ആളിനൊന്നും ആവില്ല പലപ്പോഴും ഏത് പാർട്ടിയായാലും സ്ഥാനാർത്ഥി നൽകുന്നത്. ചിലപ്പോൾ മറ്റു പല കാരണത്താൽ മറ്റു ചില പാർട്ടിക്ക് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരും. ചിലപ്പോൾ നേതാക്കളുടെ സ്വാധീനത്താൽ, അവരുടെ പെട്ടുപിടുത്തത്താൽ, അല്ലെങ്കിൽ അവരുടെ മറ്റു ചില കാരണത്താലൊക്കെ സ്ഥാനാർത്ഥം അങ്ങനെയൊക്കെ പല പാർട്ടിയിലും വരാം. ശരി, ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് പറയാം. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ഇതിപ്പോ RSS BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, നമ്മുടെ ഇപ്പോ ഈ ആംബുലൻസ് ഓട്ടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടല്ലോ, സേവാഭാരതിയുടെ ആ ഒരു ബോഡി കൊണ്ടുപോകുന്ന ആംബുലൻസ് ഓട്ടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ബാല്യത്തിൽ ഈ സംഘടനയിൽ കയറിയ ഒരു വ്യക്തിയാണ്. ഈ സംഘടനയിൽ കയറുന്ന ഏതൊരു വ്യക്തിയും അധികാരമോഹികളല്ല, സ്വയം അർപ്പണമാണ് അവരുടെ ലക്ഷ്യം. ഇത് സ്വയം അർപ്പണം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നേടിക്കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യം. ഇതൊക്കെ ജയകുമാർ എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനക്കാരും പറയുന്നതല്ലേ, അല്ലാതെ ഈ പറച്ചിലിനപ്പുറത്തേക്ക് ഇതിനെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട്? പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവര് സ്വയമായി ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ ജയകുമാർ, അതാ എൻ്റെ ചോദ്യം. ഇത് എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞങ്ങളാരും ഈ പാർട്ടിയിൽ വന്നത് ഒന്നും ആവാൻ വേണ്ടിയല്ല, ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടിയാണ്, ഈ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് എല്ലാ പാർട്ടിക്കാരും പറയുന്നത്. അത് എല്ലാവരുടെയും പറച്ചിലിനപ്പുറം അതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നത് അതിന് ഏതെങ്കിലും RSSനെ മാത്രം പറഞ്ഞാൽ, അതിന് കോൺഗ്രസോ CPM ലീഗോ ഏതു പാർട്ടി ആയിക്കോട്ടെ, എല്ലാ പാർട്ടിയിലും ഇവരൊക്കെ ഈ പുറമേക്ക് ഇത് പറയും. പക്ഷേ പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ശതമാനം നേതാക്കൾക്കും താഴെത്തട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നേതാക്കളിൽ നല്ലൊരു ശതമാനം പേർക്കും കൃത്യമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും അറിയാത്ത 101 വയസ്സായ RSSകാരും ഈ നാട്ടിലുണ്ട്. ജയകുമാറിന് അങ്ങനെ കരുതാം. എന്തായാലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം സംഘടനകളുടെയും തലപ്പത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അതിന് ഏതെങ്കിലും ഒരു സംഘടന മാത്രമായ ഒരു അപവാദം ഒന്നുമല്ല. എന്തായാലും ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. എന്താ പറയാ, നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ആളുകള് കൊതിമൂത്ത് നിൽക്കാണ്. അതായത് കൊതി, ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഓരോ സ്ഥാനങ്ങൾ കിട്ടണം, ഇന്ന സ്ഥാനത്ത് എത്തണമെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഇതൊക്കെ. അത് അത്രയധികം കൊതിമൂത്ത് നിൽക്കണ്. എനിക്ക് ജയിക്കണം, ഈ അസംബ്ലിയിൽ വരണം, മുഖ്യമന്ത്രി ആവണം എന്ന് തുടങ്ങി, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് ആവണം, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊരു പരിധി കൂടുതൽ ഇങ്ങനെ പ്രശ്നങ്ങളായി നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ് ഇങ്ങനെ ചെയ്യണേ. അതിപ്പോ നമുക്ക് അത് അറിയാം, മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെ രാജ്യത്തിലും. ഈ സന്ധ്യാനേരത്ത് നമ്മൾ ഒരു ഇത് കേട്ടിട്ടില്ലേ, അതായത് പണ്ട് താമര കൂമ്പി ഇപ്പൊ അതിന്റെ അകത്ത് പെട്ടതും രാത്രി ആന വന്ന് ചവിട്ടി മരിച്ചു കളയും, രാവിപ്പോൾ ക്ഷണമങ്ങോടിങ്ങിടും ഉഷസ്സും പ്രകാശിച്ചിടുന്നുള്ള ഒരു പദ്യം കേട്ടിട്ടില്ലേ? അതെ, അതുപോലെ മനുഷ്യരിങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുകയാണ്. ഈ വണ്ട് ഈ താമരപ്പൂവിനകത്ത് കയറിയിരുന്ന് ചിന്തിക്കണ്, ഇത്രയൊക്കെ കിട്ടും, സീറ്റ് കിട്ടും, ജയിക്കും, ഞാൻ പ്രസിഡന്റ് ആവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവും, മന്ത്രി ആവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കണ്. പക്ഷെ സംഭവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വൈപരീത്യം എന്ന് പറയണം. ചിലപ്പോൾ ഇത് നമുക്ക് അനുകൂലമല്ലാത്ത പലതും സംഭവിക്കും, ദുരന്തങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ എല്ലാവർക്കും ജയിക്കാനും മന്ത്രിയാവാനും മുഖ്യമന്ത്രി ആവാനും അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാനും പ്രധാനമന്ത്രി ആവാനും ഒന്നും സാധിക്കില്ലല്ലോ. തിരിച്ചറിയേണ്ട വാക്കുകൾ തന്നെയാണ്. ശ്രീ സുരേഷാണ് ചേർത്തലയിൽ നിന്ന്. ശ്രീ സുരേഷ്,
തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് നടുവിൽ നിൽക്കുമ്പോഴാണ് BJPക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി 2 ആത്മഹത്യകളും ഒരു ആത്മഹത്യാ ശ്രമവും നിൽക്കുന്നത്. എന്താവും അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്? ശ്രീ ജനാർദ്ദനാണ് വയനാട്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് പറയാം. ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. അത് ആത്മഹത്യ ഒരു പരിഹാരമല്ല. പിന്നെ BJPക്കാർക്ക് ആ BJP നേതാവ് ഇപ്പൊ ആത്മഹത്യ ചെയ്ത് അയാൾക്ക് എന്തിനാ ഇടതുപക്ഷത്തിൽ ചേർന്നൂടെ? ഇടതുപക്ഷത്തിലേക്ക് ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. മൊത്തം ഇടതുപക്ഷത്തിലേക്ക് വരിക. കോൺഗ്രസ് നിന്നും BJP നിന്നും ആൾക്കാർ ദിവസം രാജിവെച്ച് വരിക. ഇടതുപക്ഷത്തിന് ഇപ്പൊ സ്വീകരിക്കാനാ നേരമുള്ളൂ. ഇടതുപക്ഷമാണ് കേരളത്തിലെ കോർപ്പറേഷൻ. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ആർക്കും പിടിച്ചെടുക്കാനാവില്ല. അത് LDF തൂത്തുവാരും. ശരി, ഓക്കെ. ശ്രീ ജനാർദ്ദൻ, ഓരോരുത്തർക്കും ഓരോരുടേതായ ആഗ്രഹങ്ങളും അവരവരുടേതായ പ്രതീക്ഷകളും രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ച്. ശ്രീ ജനാർദ്ദനാണ് പ്രതികരിച്ചത്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ആത്മഹത്യാ വിഷയം തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിഷയമായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം ത്യാഗങ്ങൾ സഹിച്ച ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. അടിയന്തരാവസ്ഥ കാലഘട്ടം അറിയാം, അതുപോലെ പണ്ടത്തെ ലോക്കപ്പ് മർദ്ദനം അറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നിട്ട് ആത്മഹത്യ ആരും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാർ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പല ഘട്ടങ്ങളിലായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് ഈ ചെറുപ്പക്കാർ ആത്മഹത്യാ നിരക്കിന്റെ കണക്ക് നോക്കിയാൽ അതിലും മുന്നിൽ നിൽക്കുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ പല ആൾക്കാരും ഒക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെ ഇന്ന പാർട്ടിയിൽ നിന്ന് ആത്മഹത്യ ചെയ്തിട്ടില്ല, ഇന്ന പാർട്ടിയിൽ നിന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിലൊന്നും കാര്യം. അത് സാറ് സീറ്റിന്റെ പേരിലല്ല. ഇതൊരു സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതെന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് പറ്റിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ കണ്ണൂരിലെ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ആത്മഹത്യ ചെയ്തു, അനീഷ് ജോർജ്. അപ്പൊ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആത്മഹത്യ ഒന്നിനും പരിഹാരം അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സന്തോഷ്. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, ഒരുപാട് ജീവിതാനുഭവങ്ങളും ഒക്കെ ഉള്ള ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. ഈ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ശ്രമിക്കുക, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. മറ്റൊരു കൗൺസിലർ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് തൻ്റെ പാർട്ടിക്കാർ ലോൺ വാങ്ങിയിട്ട് അത് തിരിച്ചടയ്ക്കാൻ തയ്യാറാവാതിരുന്നതിനെ തുടർന്ന് ആണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ആളുകളൊക്കെ മാറുന്നത്? വളരെ പ്രയാസമാകും. കാര്യം ഒരു ചെറുപ്പക്കാർ ഒരു RSകാരനാകെ അയാളെ ആത്മഹത്യ ചെയ്യുന്ന അഭിപ്രായം എനിക്കില്ല. എന്നാൽ ഞാൻ പറയാൻ കാരണം RSP നല്ലോണം ആയ നാളെയാണ്. ഇങ്ങനെ ഒരു പരത്തിന് വേണ്ടി മാത്രം വ്രതമെടുത്തവരാണ് നമ്മൾ. അതിന് ജീവിതമാകമാനം സ്വയം ഒഴിഞ്ഞവരാണ് നമ്മൾ. അങ്ങനത്തെ RSകാരന് ആത്മഹത്യയേ ഇല്ല. അയാൾ RSകാരനല്ല. അത് വേറെ കാര്യം. പിന്നെ ആൾക്ക് ബിനോയ് ഇല്ലേ, നമ്മളെ കൊല്ലം ബിനോയ്. ആ കൊല്ലം ബിനോയ്ക്ക് ഒരു സീറ്റ് കിട്ടുന്ന ആഗ്രഹമുള്ള ആളായിട്ട് ഈ നമ്മളെ ഈ പൊതുവേദിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോളാണ് ഈ ബിനോയ് കൊല്ലം. അയാൾക്ക് സീറ്റ് കിട്ടാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അയാൾ പൊതുപ്രവർത്തനം പറഞ്ഞുകൊണ്ട്, പക്ഷെ അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ദുഃഖമുണ്ട്. കിട്ടിയില്ലെങ്കിലും ബിനോയ് പറഞ്ഞത് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ബിനോയ് കോൺഗ്രസിന്റെ കൗൺസിലറുടെ വിജയത്തിന് വേണ്ടി എപ്പോ ഇഷ്ടപ്പെട്ട ആളെ ഈ പൊതുവേദിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഈ ബിനോയ് കൊല്ലം. ശരി, എന്തായാലും ബിനോയ് കേൾക്കുന്നുണ്ടായിരിക്കും ബിനോയെ. ശ്രീദാസന് ഉള്ള ഇഷ്ടം. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ നടുവിലുണ്ടായ ആത്മഹത്യ എന്ന നിലയ്ക്ക് ഇത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒരു സജീവ ചർച്ചയാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഒരു പൊതുപ്രവർത്തകന് ആദ്യം വേണ്ടത് ഒരു മനക്കെട്ടിയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ തൊലിക്കെട്ടിയെന്നും പറയാൻ കേട്ടോ. ഈ പ്രായോഗിക രാഷ്ട്രീയം തിരിച്ചറിയാതെ പോകുന്നതിന്റെ പുറത്താണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരല്പം കോർപ്പറേറ്റ് സഹവാസത്തോടെ പോകുന്നവരാണ്. ഇത് തിരിച്ചറിയാതെ പോകുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ. കാരണം എല്ലാ പാർട്ടിയിലും, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ഏത് മുഖ്യധാര പാർട്ടിയിലും ഈ പാർട്ടിയിൽ വെള്ളം കോരുന്നവരും വിറക് കൊട്ടുന്നവരും പോസ്റ്റൊട്ടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെന്നൊക്കെ പലപ്പോഴും പല പാർട്ടികളും അവഗണിച്ചിട്ടുണ്ട്. അതിനിപ്പോ ഈ ഒരു വഴിയല്ല തിരഞ്ഞെടുക്കുന്നത്. അതിന് ഓപ്ഷൻ കുറെ കിടക്കുകയാണ് എന്റെ വായു. ഒന്നുകിൽ നമ്മുടെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചേരാം, അതല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാം, അതല്ലെങ്കിൽ എന്റെ പാർട്ടി എന്നാകും. ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ മാറി നിൽക്കാം. ഇപ്പോ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പോയുള്ളൂ. അതേ പറഞ്ഞു, ഇതിന് തിരിച്ചറിവില്ലാതെ പോകുന്നിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, ശരി.
അതുതന്നെയാണ് നഷ്ടപ്പെടുന്നത്, ആ കുടുംബത്തിനാണ്. ശ്രീ ബെന്നിയാണ് കോതമംഗലത്ത് നിന്നാണ്. ശ്രീ ബെന്നി, താങ്കൾ എങ്ങനെ കാണുന്നു ഒരു കൗൺസിലർ, തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലർ ഇതുപോലെ BJPയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സംഘത്തിൻ്റെ ചുമതലയിൽ നിൽക്കുന്നു, അവിടെ പാർട്ടിക്കാർ പറയുന്നവർക്കൊക്കെ ലോൺ കൊടുക്കുന്നു, ആ ലോൺ അവസാനം തിരിച്ചടയ്ക്കാൻ തയ്യാറാവുന്നില്ല, പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ട് അവർ തിരിച്ചടച്ചില്ല, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി ലഭിക്കാത്തതിൻ്റെ പേരിൽ, സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ പേരിൽ മറ്റൊരു RSS പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്നു, മറ്റൊരു ശാലിനി എന്ന് പറഞ്ഞൊരു സ്ത്രീ സ്ഥാനാർത്ഥം കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ശ്രമം നടത്തുന്നു. എന്തായാലും ഇപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥം കൊടുക്കും എന്ന് പാർട്ടിയുടെ ലോക്കൽ നേതൃത്വമൊക്കെ അനൗപചാരികമായി പറയുന്നു. എന്താണെന്ന് അറിയില്ല. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല സാറേ, അത് എന്നാന്ന് വെച്ചാൽ അവരുടെ ഒരു ബുദ്ധിമോശം എന്നേ ഞാൻ പറയുള്ളൂ. അവരുടെ ബുദ്ധിമോശമാണ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ സീറ്റ് കിട്ടില്ല, സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമോശം. പിന്നെ രാഷ്ട്രീയക്കാരെന്തായിരുന്നാലും ചതിയാണ് ചെയ്യണമെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ ശരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് നേതാക്കന്മാർ കൂടിയിട്ട് അവരെ ചതിക്കണം. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ആൾക്കാര് അതിനു വേണ്ടിയിട്ട് നടക്കണം, അവർക്ക് സീറ്റ് കിട്ടില്ല. പക്ഷെ സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ബുദ്ധിമോശമാണെന്നാണ് എന്റെ അഭിപ്രായം. ദാസൻ ശ്രീ ബെന്നിയാണ് കോതമംഗലത്ത് നിന്നും. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീ ബാലൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സം ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.